അമേരിക്കയിൽ വാഷിംഗ്ടൺ DC-യിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ RSS നേതാവും മുൻ BJP ജനറൽ സെക്രട്ടറിയുമായ റാം മാധവനോട് മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരിക്കുകയാണ്. ഇന്ത്യയിൽ RSS ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊലപ്പെടുന്നതിനെക്കുറിച്ചും ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിനെക്കുറിച്ചും എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം. എന്നാൽ ചോദ്യത്തിന് മറുപടി പറയാതെ റാം മാധവ് തൻ്റെ വാഹനത്തിൽ കയറിപ്പോവുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏപ്രിൽ 23-ന് വാഷിംഗ്ടൺ DC-യിലെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ന്യൂ ഇന്ത്യ കോൺഫറൻസിലാണ് റാം മാധവ് പങ്കെടുത്തത്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പരിപാടിയിൽ ഇരുവരും നടത്തിയ പരാമർശങ്ങളും നേരത്തെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. RSS പ്രത്യയശാസ്ത്രം ആഗോളതലത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണോ? കാണാം RDX റാപ്പ്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയും മുൻ BJP ജനറൽ സെക്രട്ടറിയായിരുന്ന റാം മാധവും അമേരിക്കയിലെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തിയ പ്രതികരണങ്ങൾ നേരത്തെ വലിയ ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിപാടി കഴിഞ്ഞ് മടങ്ങവേ റാം മാധവനോട് അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായത്. RSS ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ചും ബീഫ് കഴിച്ചതിന്റെ പേരിൽ ആൾക്കൂട്ട കൊല നടത്തുന്നതിനെക്കുറിച്ചും എല്ലാം എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു റാം മാധവനോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. എന്നാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ റാം മാധവ് വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. പരിപാടിയിൽ റാം മാധവ് പറഞ്ഞ പ്രസ്താവനകളും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അമേരിക്കൻ നിർദ്ദേശപ്രകാരം ഇറാൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയെന്നായിരുന്നു റാം മാധവിന്റെ വിവാദ പ്രസ്താവന. ഇതിനെതിരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതോടെ തന്റെ പ്രസ്താവനകൾ തെറ്റാണെന്ന് റാം മാധവ് എക്സിലൂടെ സമ്മതിച്ചിരുന്നു. കൂടാതെ RSS ഒരു വംശീയവാദ സംഘടനയല്ല എന്ന ഹൊസബലയുടെ പരാമർശവും വാർത്തയായിരുന്നു. ഏപ്രിൽ 23-നാണ് റാം മാധവും ദത്താത്രേയ ഹൊസബലയും ന്യൂ ഇന്ത്യ കോൺഫറൻസ് എന്ന പേരിൽ വാഷിംഗ്ടൺ DC-യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വാഷിംഗ്ടണിലെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ച് മടങ്ങവെയായിരുന്നു റാം മാധവനോട് ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ചോദ്യം ഉന്നയിച്ചത്. ആ ദൃശ്യം കാണാം. What do you have to say about the RSS burning Christians alive? What do you have to say about the RSS gang raping Muslim women? What do you have to say about the RSS massacring Christians and Muslims in India? Lynching people for eating beef? Hey, Shri Madhavji, why are you in America? Why are you in America, Madhavji? പ്രതിപക്ഷത്ത് നിന്ന് കടുത്ത വിമർശനം നേരിട്ടിട്ടും ഇറാൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയെന്നും അമേരിക്കയുടെ 50% തീരുവയ്ക്ക് ഇന്ത്യ സമ്മതിച്ചെന്നും റാം മാധവ് ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടിയിൽ പറഞ്ഞത് വിവാദമായിരുന്നു. ആ പ്രതികരണം കൂടെ കാണാം. We agreed to stop buying oil from Iran. We agreed to stop buying oil from Russia. Facing so much criticism from our Indian opposition, we agreed for 50% tariffs. Agreed means we did not say anything. We maintained our patience. 50% tariffs we agreed. Today, in the new trade deal also, we agreed for 18% tariffs, higher than what it used to be. പരിപാടിയിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുടെ പ്രതികരണം വലിയ ചർച്ചയായിരുന്നു. RSS ഹിന്ദു മേധാവിത്വവാദികളാണെന്നും ന്യൂനപക്ഷ വിരുദ്ധരാണെന്നുമുള്ള ആഖ്യാനമാണ് പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നതെന്നും ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുമായിരുന്നു ദത്താത്രേയ ഹൊസബാലയുടെ പ്രതികരണം. അത് കാണാം. That RSS is a Hindu supremacist. In a way, the anti-Christian, anti-minority, anti-development in women, anti-modernization. So what is pro is not told. Always anti, this thing has been propagated. പ്രതിപക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടിതാണ്. റാം മാധവന്റെ പരാമർശത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ അതിശക്തമായിട്ട് വിമർശിച്ചിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് റാം മാധവ് RSSന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റേത് RSS രാഷ്ട്രീയ കീഴടങ്ങൽ സംഘമായെന്നും പരിഹാസമുണ്ട്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ സറണ്ടർ സംഘ് ആയി എന്ന് അദ്ദേഹം വിമർശിച്ചു. നാഗ്പൂരിൽ വ്യാജ ദേശീയതയും US-ൽ ശുദ്ധ അടിമത്തമെന്നും രാഹുൽ ഗാന്ധി അതികർക്കശമായ സ്വരത്തിൽ വിമർശിച്ചു. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, സിദ്ധരാമയ്യ എന്നിവരും പരാമർശത്തെ ശക്തമായി തന്നെ എതിർത്തു. പരാമർശം വിവാദമായതോടെ തനിക്ക് തെറ്റുപറ്റിയെന്നും ക്ഷമ ചോദിക്കുന്നതായും റാം മാധവ് ട്വിറ്ററിൽ എക്സിൽ അദ്ദേഹം എഴുതി. RSS നേതാക്കളെ പരിപാടിയിൽ ക്ഷണിച്ചതിനെതിരെ അമേരിക്കയിലും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, ഈക്വിറ്റി ഫോറം USA എന്നീ സംഘടനകളുടെ സംയുക്ത പ്രസ്താവന ഇതിനെതിരായിട്ട് വന്നു. US ഗവൺമെൻറ് സ്ഥാപനം ഉപരോധം ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ട സംഘടനയാണ് RSS എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. RSSന് അമേരിക്കയിൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന USCIRF റിപ്പോർട്ടും പ്രസ്താവനയിൽ അവർ ചേർത്തിട്ടുണ്ട്.
ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്ര കേന്ദ്രമാണ് RSS എന്നും അവിടെ വിമർശനങ്ങൾ ഉയരുന്നു. ഗാന്ധി ഘാതകൻ നാഥുറാം ഗോഡ്സെ ഉയർന്നു വന്നത് RSSലൂടെയാണെന്നും പ്രസ്താവനയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന USCIRF റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. US കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ടിലാണ് RSSുമായി ബന്ധപ്പെട്ട് ഈ ചൂണ്ടിക്കാണിച്ച പരാമർശമുള്ളത്. മതസ്വാതന്ത്ര്യത്തിൻ്റെ ഗുരുതര ലംഘനങ്ങൾ നടത്തിയ RSSന് ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് ഈ റിപ്പോർട്ടിൽ ആവശ്യം. RSS അനുകൂല സംഘടനകളുടെ ആസ്തി മരവിപ്പിച്ച് അമേരിക്കയിലേക്കുള്ള പ്രവേശനം തടയണം എന്ന് ആ റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ RSS ബന്ധമുള്ള സംഘടനകൾ വ്യാപക അതിക്രമം നടത്തുകയാണ് എന്ന് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇത്രയും സംഭവവികാസങ്ങളുണ്ട്. 2 നേതാക്കൾ അവിടെ പോയി. 2 നേതാക്കളുടെയും പ്രസ്താവനകൾ വിവാദമായിട്ടുണ്ട്. വലിയ തോതിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. എന്താ തോന്നുന്നു? RSSന്റെ 100ാം വാർഷികവും ഒക്കെയായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം കൂടുതൽ പരിപാടികളിൽ ഇവർ പങ്കെടുക്കുന്നത്. ആ നിലയ്ക്കാണ് അമേരിക്കൻ പര്യടനമൊക്കെ നടക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ദേശസ്നേഹിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല RSSന്റെ തിങ്ക് ടാങ്ക് അവിടെ പോയി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഇപ്പോൾ എല്ലാ കാര്യത്തിനും ജവഹർലാൽ നെഹ്റുവിനെയാണല്ലോ കുഴപ്പം പറയാറ്. ജവഹർലാൽ നെഹ്റു അമേരിക്കയോട് പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള നേതാവാണ്. അത് ഇന്ദിരാഗാന്ധി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി. അതായത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് അമേരിക്കൻ കപ്പൽപ്പട കടന്നു കയറിയാൽ പിന്നെ യുദ്ധം എന്ന് തന്നെയാണ് അമേരിക്കയോട് നേരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയിൽ ചെന്ന് പറയേണ്ടത് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം RSSന്റെ കൂടി നേതാവായിരുന്നല്ലോ, BJPയുടെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ. അടൽ ബിഹാരി വാജ്പേയി പൊഖ്രാൻ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക സ്വീകരിച്ച എല്ലാ നിലപാടിനെയും ശക്തമായ ഭാഷയിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. രൂക്ഷമായി അമേരിക്കയോട് സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി. അതിനുശേഷം വന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് മൗനി ബാബ എന്നാണ് ഇവർ വിളിച്ചുകൊണ്ടിരുന്നത്. ആ മൻമോഹൻ സിംഗ് പറയാനുള്ളതെല്ലാം അമേരിക്കയോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, അമേരിക്കയുമായി ഇന്ത്യ ന്യൂക്ലിയർ ഡീലിൽ ഏർപ്പെട്ടത് കൊണ്ടാണല്ലോ ഇടതുപക്ഷം അടക്കം വന്ന് സർക്കാരിൻ്റെ പിന്തുണ വലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിലേർപ്പെടുമ്പോൾ പോലും വളരെ കൃത്യമായി ഇന്ത്യയുടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ, അതൊക്കെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നാണല്ലോ, പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ മൻമോഹൻ സിംഗ് തയ്യാറായിട്ടില്ല. അതിനും മാത്രമല്ല, ഇപ്പോൾ ഇറാഖ് അധിനിവേശം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനോട് ശക്തമായ സമീപനമാണ് അന്നത്തെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് മുന്നിലുള്ള മാതൃക. അവരെല്ലാം ദേശദ്രോഹികളാണ് എന്നാണ് നിരന്തരം ഇവർ പറഞ്ഞു വയ്ക്കുക. ഇവരൊക്കെ ദേശദ്രോഹികളാണ്, വാജ്പേയി ഒഴികെയുള്ളവർ, ബാക്കി എല്ലാവരും ദേശദ്രോഹികളാണെന്ന്. ഞങ്ങൾ ഭയങ്കര ദേശസ്നേഹികളാണ്. ആ ദേശസ്നേഹി അവിടെ പോയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ പറഞ്ഞപ്പം 50% താരിഫ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വല്ലതും പറഞ്ഞോ? കുഴപ്പമുണ്ടാക്കിയില്ലല്ലോ. 18% നേരത്തതിൽ കൂടുതൽ തരേണ്ടി വന്നപ്പോൾ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയില്ലല്ലോ. നിങ്ങളുടെ സകല തോന്നിവാസത്തിന് ഞങ്ങൾ കൂട്ടുനിന്നില്ലേ? ഇത് ഇങ്ങനെ പറഞ്ഞ് യാചിക്കേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്കാരനില്ല. എന്തിനാണ് റാം മാധവിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ലാത്തത്. അദ്ദേഹം അങ്ങനെ ഓർക്കാതെ പറഞ്ഞു പോയത്. അത് ചില 4ൽ 5ലൊക്കെ പഠിക്കുന്ന കാലത്ത് പറയാവുന്ന ന്യായമാണ് അദ്ദേഹം പിന്നീട് ഇത് തിരുത്തുന്നതിനും മാപ്പ് പറയുന്നതിനും വേണ്ടി പ്രയോഗിക്കുന്നത്. നാക്കുഴ വന്നു എന്ന മട്ടിൽ അതിനെ തിരുത്താനായി ശ്രമിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ്? ഇതിനൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഇതാണ് എന്ന്. ഇന്ത്യയെ ഈ മട്ടിൽ അടിയറ വയ്ക്കുന്ന സമീപനം പാടില്ല എന്ന്. ഇത് ഹെൽ ഹോൾ എന്നാണ് ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെ ഈ ലോകം മുഴുവൻ നടന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ജയശങ്കറിനോ, ഈ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ വിശ്വഗുരുവായി അവതരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഒരു വാക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വാക്ക് പറയാൻ ഈ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രയോഗം ഇന്ത്യയിൽ എവിടെയെങ്കിലും, കേരളത്തിൽ എവിടെയെങ്കിലും ഒരാൾ നടത്തിയാൽ, ഒരു വിമർശനത്തിന് വേണ്ടി ഒരു പ്രയോഗം നടത്തിയാൽ എന്തായിരിക്കും കേരളത്തിലെ രാജ്യത്തെ RSSന്റെ പ്രതികരണം അവരോട്? അവിടെ ഈ പറയുന്നത് പോലെ എല്ലാ ദേശസ്നേഹവും ഉണരും, അക്രമത്തിലേക്ക് അത് കാര്യങ്ങൾ വഴിവെക്കും. ഇതാണല്ലോ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുക. പക്ഷേ അമേരിക്ക ഇത് പറഞ്ഞു. അവരോട് പറയാനല്ലേ നമ്മൾ കൂടുതൽ പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ട് രാജ്യത്തെക്കുറിച്ച് തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടാ പുല്ലേന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. എന്നിട്ട് നമ്മളിങ്ങനെ മുട്ടിലിഴഞ്ഞതിനെക്കുറിച്ച് ഞങ്ങൾ ഇഴഞ്ഞില്ലേ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നത് ഏറ്റവും അപമാനകരമായ ദൃശ്യങ്ങളായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനകത്ത് സംശയമില്ല. അതാണ് ബാക്കി കാര്യങ്ങൾ സനീഷ് പറയുമായിരിക്കും. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല, സമയമില്ല. അതുകൊണ്ടാണ്. അതായത് ഒന്ന്, ഈ രാഷ്ട്രീയ സറണ്ടർ സംഘ് എന്നാണ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്
RSS എന്നതിനെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഘപരിവാര വിമർശനമായിട്ട് എനിക്ക് തോന്നി. സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം അതിശക്തമായിട്ടൊരു പദപ്രയോഗമായിട്ട് എനിക്ക് തോന്നി. രാഷ്ട്രീയ സറണ്ടർ സംഘ്, അവിടെ ചെന്ന് സറണ്ടർ ചെയ്യാണല്ലോ, ഭാഷ വിശദീകരിച്ച് അവിടെ ചെന്ന് സറണ്ടർ ചെയ്യാണല്ലോ ചെയ്ത്. അങ്ങേയറ്റം വിനയാന്വിതമായ ശബ്ദത്തിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തില്ലേ എന്ന് ഈ RSSകാർ ചെന്ന് പറയുകയാണ്. RSSൻ്റെ ടോപ്പ് ലീഡർഷിപ്പും തിങ്ക് ടാങ്കുമാണ് ചെന്ന് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ രാഷ്ട്രീയ സറണ്ടർ സംഘ് എന്ന് വെച്ചാൽ അത് വലിയ വാർത്തയാകേണ്ടതാണ്. പക്ഷേ നമ്മൾ നോക്കൂ, ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ അത് അർഹിക്കുന്ന, അതായത് അമേരിക്കയിൽ പോയിട്ട് റാം മാധവ് എന്ന് വെച്ചാൽ ഈ RSSൻ്റെയും BJPയുടെയും ഏറ്റവും BJPയിൽ ഇരുന്നാണ് അദ്ദേഹം, പിന്നീട് RSSലേക്ക് വീണ്ടും തിരിച്ചു പോയതാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതുകൊണ്ടാണ് ദത്താത്രേയ ഹൊസബാളയും റാം മാധവുമാണ് അവരുടെ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമിന് വേണ്ടി അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് അവർ പോയിരിക്കുന്നത്. അദ്ദേഹം ഈ കാര്യം അവിടെ പറയുകയും അതിൽ അദ്ദേഹം തന്നെ മാപ്പ് പറയുകയും അതിനെതിരായിട്ട് രാഹുൽ ഗാന്ധിയെ ഒരാൾ ഇങ്ങനൊരു പ്രയോഗം, ഒരു പേര് കോയിൻ ചെയ്തിട്ട് പറഞ്ഞതിനെക്കുറിച്ചിട്ടും മാധ്യമങ്ങളിലെവിടെയും വലിയ അത് അർഹിക്കുന്ന തരത്തിലുള്ള വാർത്ത കാണുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. പക്ഷേ അമേരിക്കക്കാർക്ക് ആ ബാധ്യത ഇല്ലാത്തതുകൊണ്ട് അമേരിക്കക്കാർക്ക് അതിശക്തമായിട്ടാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, റാം മാധവ് ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അയാൾ ഒരു പ്ലക്കാർഡും കൂടെ പിടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല ഹർഷ, അവിടെ ഈ പറയുന്ന ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹവുമായിട്ടുള്ള ദത്താത്രേയ ഹൊസബാളയുമായിട്ടുള്ള ചർച്ചയിൽ ചോദ്യോത്തരങ്ങൾക്കിടയിൽ വന്നൊരു ചോദ്യം നിങ്ങളെ RSSനെ കൂ ക്ലക്സ് ക്ലാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഞാൻ പിറ്റേന്ന് രാവിലെ പത്രം വായിച്ചു നോക്കും, കാണുന്ന കൂ ക്ലക്സ് ക്ലാനുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ അതല്ല, പിന്നെ RSS ക്ലാൻ അല്ല, RSS കൂ ക്ലക്സ് ക്ലാൻ അല്ല എന്ന് ദത്താത്രേയ ഹൊസബാളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ പത്രം വായിച്ചപ്പോൾ ഞെട്ടി. എന്തിനാണിപ്പോൾ RSS ഞങ്ങൾ കൂ ക്ലക്സ് ക്ലാൻ അല്ല എന്ന് പറയുന്നത് എന്ന് ഓർത്ത് വായിച്ചു നോക്കുമ്പോഴാണ് ആ ചോദ്യം അവിടെ നിന്ന് വന്നു. കൂ ക്ലക്സ് ക്ലാൻ എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഈ തരത്തിലുള്ള അക്രമി സംഘമാണ്. അതായത് വൈറ്റ് സുപ്രമസി, വെള്ളക്കാരാണ് ഏറ്റവും പ്രധാനികൾ, ഏറ്റവും സുപ്രധാനികൾ എന്ന് പറയുന്ന 1863 തൊട്ട് ഇങ്ങോട്ട് ഇപ്പോൾ കുറേ ചെറിയ സംഘടനയാണ്. കാരണം അവിടേക്ക് ജനാധിപത്യം ശക്തമായിട്ട് വന്നുകൊണ്ട് അവർക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല. പക്ഷേ ആ കാലത്ത് കറുത്ത വർഗ്ഗക്കാരെ വല്ലാത്ത തോതിൽ ശാരീരികമായിട്ടും മറ്റും ആക്രമിച്ച് നിരത്തണം, ഇല്ലാത്താക്കണം എന്നുള്ള ഈ കൂ ക്ലക്സ് ക്ലാൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് കേട്ടിരുന്നത് ഈ ഗണ്ണ് തോക്കിലിങ്ങനെ ലോക്ക് നീക്കുന്ന ശബ്ദമാണ് കൂ ക്ലക്സ് ക്ലാൻ്റെ പേരിനുമായിട്ട് വന്നതായിരുന്നു അന്ന് ആദ്യം ഞാനിത് വായിക്കുന്ന കാലത്ത് കേട്ടിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോൾ ChatGPT ചോദിച്ചപ്പോൾ അത് അങ്ങനെയല്ല. കൂ ക്ലക്സ് ക്ലാൻ എന്ന് വെച്ചാൽ ഒരു ക്ലാൻ, ഒരു വളരെ അടുപ്പമുള്ളൊരു ക്ലാൻ എന്നുള്ള മറ്റുള്ള പേര് വന്നതാണ്. പിന്നെ അവരതിൻ്റെ ഒരു ആഘാത ശേഷിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു പേരാണ്. അമേരിക്കയിൽ ഏറ്റവും കുപ്രസിദ്ധമായുള്ള ഈ സംഘത്തോട് ചേർത്തിട്ടാണ് അവിടെയുള്ള ആളുകൾ നിങ്ങളുടെ സംഘടന അങ്ങനെയല്ലേ എന്നിവരോട് ചോദിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ സംഘടന അങ്ങനെയല്ല എന്ന് പറയേണ്ടതായിട്ട് വന്നു ദത്താത്രേയ ഹൊസബാളയ്ക്ക്. ഇതിനകത്ത് ഞാൻ വായിച്ച പല സ്ഥലങ്ങളിലും പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു ഔട്ട്റീച്ച് പരിപാടി എന്ന കാര്യം എല്ലാവരും കൗതുകത്തോടെ കാണുന്നുണ്ട്. കാരണം RSS ഒരു കാലത്തും, RSSൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് ഒരു കാലത്തും രാജ്യം വിട്ട് അങ്ങനെ പുറത്തു പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ലായിരുന്നു അത്ര. ഇപ്പോൾ അവരുടെ സർസംഘചാലകന്മാരൊന്നും അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ പരിപാടികൾ നടത്തുക എന്നത് ഉണ്ടായിട്ടില്ല. അവർ ഭാരതം എന്നവർ കണക്കാക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവരുടെ ഒരു കാര്യം. അങ്ങനെ പുറത്തു പോയിട്ട് ഔട്ട്റീച്ച് പരിപാടികൾ നടന്നില്ല. അതിനവർക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് അതിനായിട്ട് 1960 ഉണ്ടാക്കിയതാണ്. ഏതാണ്ട് പുറത്തുള്ള പരിപാടികളും അവിടെയുള്ള ഹിന്ദുക്കളെ സമാഹരിക്കാനും അവിടെ കാര്യങ്ങൾ പറയാനുള്ള വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്. പല സംഘടനകളുണ്ടല്ലോ. അവർക്ക് BJP രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കാറുണ്ട്. HSS ഉണ്ട്, ഹിന്ദു അങ്ങനെ എന്തോ ഒരു സംഘടനയുണ്ട്. അപ്പോൾ RSS ആയിട്ട് പോകാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ദത്താത്രേയ ഹൊസബാളയും റാം മാധവും RSSൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നു എന്ന് വെച്ചാൽ, ഒരു കാരണം 100 വർഷമായി എന്നതുകൊണ്ട് ലോകത്തേക്ക് പോകണമെന്നാണ്. രണ്ടാമതൊരു കാരണം RSS അനുകൂലികളായുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞായിട്ട് ഞാനിപ്പോൾ വായിച്ചത്, അവർ പറയുന്നത്, അതായത് ഇന്ത്യയിൽ RSS ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വലിയൊരു അളവോളം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ 3 തവണയായിട്ട് RSSകാരനായിട്ടുള്ള ആൾ ഭരിക്കുന്ന നില വന്നിട്ടുണ്ട്, മറ്റു കാര്യങ്ങളിലായിട്ടുണ്ട്. അതുകൊണ്ട് പുറം രാജ്യങ്ങളിലേക്ക് RSS ഇറങ്ങേണ്ടുന്ന സമയമായിട്ടുണ്ട് എന്നതാണ് RSS അനുകൂലികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എഴുതിയ ലേഖനത്തിൽ ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് തോന്നിയത്, പക്ഷേ എല്ലാം വായിച്ചപ്പോൾ എനിക്ക് നമ്മുടെ ഒരു സ്വതന്ത്ര വിദ്യ ആലോചിച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ റൈറ്റ് വിങ് ഹിന്ദുത്വ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് ലോകത്തേക്ക് വിശ്വഗുരു എന്ന മട്ടിൽ പോകുന്നത് നരേന്ദ്രമോദിയാണ്. 3 തവണ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുറം ലോകത്ത് അവർ കണക്കാക്കുന്ന ഭാരതത്തിൻ്റെയും അവർ കണക്കാക്കുന്ന ഹിന്ദുത്വത്തിൻ്റെയും മുഖമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് RSS എന്ന സംവിധാനത്തിനപ്പുറത്തേക്ക് ഉള്ളൊരാളായിട്ടൊരു മുഖമായിട്ട്, വിശ്വഗുരുവായിട്ട് നരേന്ദ്രമോദി മാറുന്നതിനെ മറികടക്കാൻ കൂടിയാണ്, യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഇതിന് പിന്നിലുള്ള ശക്തി എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയാണ് RSS ഇപ്പോൾ പോയിരിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. ചില ആളുകളെങ്കിലും അങ്ങനെ അത് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ അത് വളരെ ഗുണകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി. അവർ വിചാരിക്കുന്ന പോലുള്ള കാര്യമല്ല. അതായത് രാജ്യത്തിന് RSS എപ്പോഴും RSSന് സംഘടന യിലെ അംഗത്വ രജിസ്റ്റർ പോലും ഇല്ലാത്ത സംഘടനയാണ്. ആരാണ് അംഗങ്ങളെന്ന് ചോദിച്ചാൽ അവർക്ക് അംഗത്വ രജിസ്റ്റർ ഇല്ല. ഇപ്പം നാഥുറാം വിനായക് ഗോഡ്സെ RSSൻ്റെ പ്രവർത്തകനായിരുന്നു എന്ന് ചരിത്രത്തിലെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എവിടെയും പേര് കാണില്ല. അപ്പോൾ അതുകൊണ്ട് സംഘടനാ അംഗത്വം ഇല്ലാത്ത സംഘടനയാണ്
അതുകൊണ്ട് തന്നെ ആ ഒരുതരം നിഗൂഢത ആ സംഘടനക്ക് മുകളിലാകെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പക്ഷേ പുറത്ത് ഈ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. അവർക്ക് നിങ്ങൾ കൂക്ലക്സ് ക്ലാൻ പോലെയല്ലേ എന്ന് ചോദിക്കാനും അവർക്കെതിരായുള്ള മുഴുവൻ നിരന്തരമായ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാനും അവർക്ക് സാധിക്കുകയാണ്. അവിടെയാണ് ചെന്നിട്ട് ഈ രാഷ്ട്രീയ സറണ്ടർ സംഘ് എന്ന് രാഹുൽ ഗാന്ധി വിളിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ പ്രതികരണം അവിടെ നിന്ന് വന്നത്. ആ പ്രതികരണത്തെക്കുറിച്ച് കൂടി ഒരു വാക്ക് ഞാൻ പറയട്ടെ ഹർഷ. അതായത് ഈ പറയുന്ന ഈ പുറത്തുപോക്ക് RSS എന്ന സംഘടനയെ നല്ല വെളിച്ചത്തിൽ നാട്ടുകാർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതായത് ആളുകൾക്ക് ഈ സംഘടന ഇങ്ങനെയുള്ളൊരു സംഘടനയാണ് എന്ന് അവരുദ്ദേശിക്കുന്ന പോസിറ്റീവായിട്ടാണ്, പക്ഷേ അവരുടെ നെഗറ്റിവിറ്റി മുഴുവൻ പുറത്തേക്ക് വരുന്ന ഒരു സംഗതിയായിട്ട് നമ്മൾ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തേത്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഹർഷ വിശദമായിട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, അമേരിക്കയോടുള്ള ഈ ആധമർണ്യം, അമേരിക്കയോടുള്ള ഈ വിനയത്തോടെയുള്ള താഴ്ന്ന നിൽപ്പ്, ഇത് നരേന്ദ്രമോദിയുടെ മാത്രമല്ല. എന്ന് വെച്ചാൽ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ പാകിസ്ഥാനിൽ നിന്ന് പെഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിനുശേഷം പോലും ഈ അവകാശവാദം ഉന്നയിച്ച ഈ ട്രംപിനെ പോലും ആവർത്തിച്ച് മണ്ടൻ അവകാശവാദങ്ങൾ ഉന്നയിച്ച ഈ ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല നരേന്ദ്രമോദി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിൻ്റെയും മാത്രം നിലപാടല്ല, അത് RSSൻ്റെ നിലപാടാണ് എന്ന് റാം മാധവിൻ്റെ വാക്കുകളിലൂടെ തന്നെയും വെളിവായിരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. RSS മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ ഇന്ത്യയുടെ വിശാലതയ്ക്കും ഇന്ത്യ വിഭാവനം ചെയ്യുന്ന വിശ്വമാനവികതയ്ക്കും സമാന്തരമായൊരു നേർരേഖയാണെന്ന വിമർശനത്തിന് ആ സംഘടനയോളം തന്നെ പഴക്കമുണ്ട്. RSS നേതൃത്വത്തിനെതിരെ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ പലയാവർത്തി ഉയർന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് വാഷിംഗ്ടൺ DC-യിൽ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച പരിപാടിക്കിടെ കഴിഞ്ഞ വാരവും വന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ, ഭക്ഷണത്തിൻ്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ, RSS നേതാക്കൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നത് രാജ്യം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. വംശീയ രാഷ്ട്രീയം ഞങ്ങൾക്കില്ല എന്ന് RSS നേതാക്കൾ ആവർത്തിച്ച് വിശദമാക്കുകയും ചെയ്യുന്നു. ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണെന്ന് RDX ഓർമ്മിപ്പിക്കുന്നു. RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.